എല്ലാവർക്കും നമസ്കാരം. ഹൈ പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു തോരനും 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു മെഴുക്കുപുരട്ടിയുമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് ഡയബറ്റിക്സും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ് ഈ തോരനും മെഴുക്കുപുരട്ടിയും. അപ്പം അമരപ്പയറാണ് നമ്മൾ മെഴുക്ക് പുരട്ടാനായിട്ട് എടുത്തിരിക്കുന്നത്. കണ്ടാൽ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ്, ഫൈബറും ഒക്കെ ഉള്ളതാണ്. അപ്പം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിയണം. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ട് ആവശ്യത്തിന് എരിവിനാവശ്യമായ പച്ചമുളക് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരുവിധം വലിയൊരു സവാള തൊലി കളഞ്ഞ് കഴുകി കനം കുറച്ച് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ല രുചിയാണ് ഈ മെഴുക്ക് പുരട്ടിക്ക്. നമുക്കിത് ചോറിൻ്റെ ഒന്നും കൂടെ അല്ലെങ്കിൽ തന്നെ വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും, അത്രയ്ക്കും രുചിയുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പം പ്രഷർ കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പയറും സവാളയും പച്ചമുളകും എല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പാകത്തിനുള്ള ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് മതി. ഉപ്പും കൂടെ ചേർത്ത് ഒരു 30 സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം. അപ്പം വെയിറ്റ് ഇടാതെ വേണം നമ്മൾ കുക്കർ അടച്ചു വെക്കാൻ. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, അടിക്ക് പിടിക്കുമെന്ന് സംശയം ഉണ്ടെങ്കിൽ. അപ്പം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കർ ഒന്ന് അടച്ച് വെയിറ്റ് ഇടാതെ ഇതുപോലെ ജസ്റ്റ് 1 മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ് ആവി ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് അന്നേരം തന്നെ നമുക്ക് കുക്കർ തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരു 10 സെക്കൻഡ് കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് വാങ്ങാം. ഇത്രയ്ക്കുള്ള വേവേ ഉള്ളൂ ഇതിന്. അപ്പോൾ അതിൻ്റെ ആ പച്ച നിറമൊക്കെ പോകാതെ നല്ലൊരു ഫ്രഷായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഏറെ സ്വാദുള്ള മെഴുക്ക് പുരട്ടി റെഡി. ഇനി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഇതും നല്ല സ്വാദിഷ്ടമായ ഒരു തോരനാണ്. അപ്പോൾ ഉച്ചയൂണിന് ഈ ഒരു മെഴുക്ക് പുരട്ടിയും തോരനും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഈ ചീര ഡയബറ്റിക് ചീരയെന്നും പ്രോട്ടീൻ ചീരയെന്നും ഒക്കെ പറയും. നമ്മളിത് സാമ്പാർ ചീര എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. അപ്പോൾ ഇതിനിങ്ങനെ ഒരു റോസ് പിങ്ക് കളറിലുള്ള ഒരു ലൈറ്റ് മജന്ത കളറിലുള്ള ഒരു പൂവുണ്ട്. മഷിത്തണ്ട് പോലെ ഇച്ചിരി വെള്ളമയം കൂടുതലുള്ള ഒരു തണ്ടോട് കൂടിയ ഒരു ചീരയാണ്. നമുക്കറിയാം ഇലവർഗ്ഗങ്ങളിൽ ചീരയ്ക്കൊക്കെ ഒരുപാട് പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ്. അപ്പം വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകുമ്പം ഒരുവിധം കനത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു വലിയ സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 4-5 അല്ലി വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് അരിഞ്ഞത്. ഇതും വളരെ കുറച്ച് എണ്ണ മതി. ഒരു വലിയ പാനിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക്, നമ്മൾ കുനുകുനാ അരിഞ്ഞ ആ വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെയാണ് ഈ തോരൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെയും പച്ച നിറമൊന്നും അധികം പോകാതെ തന്നെ. അപ്പം പാകത്തിന് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് മതി. കാരണം ഇലവർഗ്ഗങ്ങളിലൊക്കെ ഉപ്പ് ധാരാളം ഉണ്ട്. അത് കാരണം വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരപ്പ് ഇതിൻ്റെ മുകളിലേക്കാകുന്നത് പോലെ അടിയിൽ നിന്ന് മുകളിലേക്കാക്കി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ വഴറ്റിയത് എല്ലാ ഭാഗത്തും ആകണം, അന്നേരം ഒട്ടും കുഴഞ്ഞു പിടിക്കാതെ നമുക്കിത് കിട്ടും. അങ്ങനെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങാക്കൂട്ട് എല്ലാ ഭാഗത്തും ആകും, ഇലയുടെ എല്ലാ ഭാഗത്തും ആകും. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് മൂടി വെക്കാം. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇതും വെന്ത് കിട്ടും. ഇതും ഒരു 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി തോരനാണ്.
അപ്പം ഇടയ്ക്കൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇലവർഗ്ഗങ്ങളും ഇതുപോലെയുള്ള പയറുവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പിന്നെ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാനും ഹാർട്ടിൻ്റെ ഹെൽത്തിനുമൊക്കെ ഒരുപാട് നല്ലതാണ് ഇതുപോലത്തെ തോരനും ഈ പയറും മെഴുക്കുവരട്ടിയൊക്കെ. അപ്പം എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനത്തെ ഹെൽത്തി തോരനും മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും